ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നാളെയാണെന്നുണ്ടെങ്കിൽ പ്രകാശൻ ഇങ്ങനെ കല്യാണത്ത് പറയുന്നുണ്ട്, മോളെ ഞാനിപ്പോൾ രാഹുൽ നിന്നിരുന്ന ആ റൂമുണ്ടല്ലോ അത് ഞാൻ അവിടെ നിന്ന് മാറി കേട്ടോ. മാറിയെന്നോ? അവിടെ നിന്ന് എങ്ങോട്ട് മാറിയെന്ന്? അതെ, ആ റൂമിൻ്റെ വാടക രാഹുലാണല്ലോ കൊടുത്തിരുന്നത്, അതിൻ്റെ ഇത് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് എന്നോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി. എന്നിട്ട് അച്ഛനിപ്പോൾ എവിടെയുള്ളത്? അത് ഞാനിപ്പോൾ ഒരു കടത്തിണ്ണയിലോ അത് തലചായ്ക്കാനൊക്കെ പറ്റും മോളെ, എന്നാലും അച്ഛനിങ്ങനെ കടത്തിണ്ണയിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അച്ഛനൊരു ലോഡ്ജ് തയ്യാറാക്കി തരട്ടെ? അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ, വേണ്ട, ഞാൻ ലോഡ്ജ് തയ്യാറാക്കി തരാം. വേണ്ട മോളെ, ഇന്ന് ഉത്രാടമല്ലേ, നിങ്ങളെല്ലാവരും അവിടെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കല്ലേ. ഞാൻ മോളെ വിളിച്ചത് ഒരു ഹാപ്പി ഓണം പറയാനട്ടാ. ഓണം അടിച്ചു പൊളിക്കട്ടെ മോളെ. എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ ഒന്നും നടക്കാൻ പോണില്ലല്ലോ. പെമ്മക്കളുടെ കൂടെ ഒരു നേരം ഓണസദ്യ കഴിക്കാനുള്ള എൻ്റെ ആഗ്രഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മോള് എല്ലാവരും ആ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുക എന്നൊക്കെ പറയാണ്. ശേഷം പ്രകാശം ഫോം വെക്കുന്നുണ്ട്. പ്രകാശം ഫോം വെച്ച് കഴിയുമ്പോഴേക്കും കല്യാണി ഈ കാര്യം കിരണിനോട് പറയാണ്. അച്ഛനിങ്ങനെ ഒരു കടത്തിണയിലാണ് കിടക്കണത്. ആ രാഹുൽ നിന്നിരുന്ന സ്ഥലത്ത് വാടക കഴിഞ്ഞപ്പോഴേക്കും അയാൾ ഇറക്കി വിട്ടെന്നാണ് പറയണതെന്ന് പറയുമ്പോഴേക്കും കാർത്തികയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കാദംബരിക്കും ലക്ഷ്മിയമ്മക്കും ദീപക്കൊന്നും അത് വലിയ കാര്യമായിട്ട് തോന്നണമൊന്നുമില്ല. ലക്ഷ്മിയമ്മ പറയണ്ടേ, എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഇങ്ങോട്ട് വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കൊന്നും വേണ്ട മോളെ. നാളെ ഓണസദ്യ ഉണ്ടാക്കുമ്പോഴേ ഒരു ചെറിയൊരു ഇലയിലാക്കിയിട്ട് പൊതിഞ്ഞിട്ട് ഒരു പൊതിച്ചോറാക്കിയിട്ട് അയാൾക്ക് വേണ്ടി കൊണ്ട് കൊടുക്കാം. അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ഓണക്കോടി എടുത്ത് കൊടുത്തോ, അല്ലാതെ വേറൊന്നും ചെയ്യേണ്ട മോളെ, ഇങ്ങോട്ട് വിളിച്ചു വരുത്താനൊന്നും നിൽക്കണ്ട എന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോൾ ദീപ പറയേണ്ട, അതേ മോളെ, ആ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്, ഇങ്ങോട്ട് വിളിച്ചൊന്നും വരുത്തണ്ട എന്ന് പറയാണ്. കല്യാണിയുടെ മുഖം ആകെ മാറുവാട്ടോ. രാവിലെ തന്നെ ഓണ ദിവസം തന്നെ കല്യാണി ആകെ മൂഡ് ഔട്ടായിട്ടിരിക്കുകയാണ്. കിരൺ ചോദിക്കണ്ടേ, എന്താ കല്യാണി ഓണത്തിന് നീ ആകെ മൂഡ് ഔട്ടായിട്ടിരിക്കണ? സാധാരണ ഓണത്തിന് രാവിലെ എഴുന്നിട്ട് നീ പായസം വെക്കും, അമ്പലത്തിൽ പോകും, എന്തൊക്കെ ആഘോഷമായിരിക്കും, നീ എന്താ ഇന്ന് ആകെ ഇങ്ങനെ തന്നെ ഇരിക്കണത്? കുളിച്ചിട്ടില്ല, ഡ്രസ്സ് മാറിയിട്ടില്ല, അടുക്കളയിൽ കയറിയിട്ടില്ല, എന്താ കല്യാണം ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കിരണേട്ട സന്തോഷത്തോടെ ഇരിക്കുക? എൻ്റെ അച്ഛൻ എവിടെയോ ഒരു കടത്തണിയിൽ ഇരുന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കിരണേട്ട ഓണം ആഘോഷിക്കണത്? എനിക്കറിയാം നീ അവസാനം ഇത് തന്നെ പറഞ്ഞു വരുള്ളൂ. കല്യാണി നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? കിരണേട്ട, നിങ്ങൾക്ക് എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നത്? അച്ഛൻ പഴയ അച്ഛനല്ല. ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത്? ആയിക്കോട്ടെ, ചിലപ്പോൾ നിന്റെ അച്ഛൻ്റെ സ്വഭാവം മാറിയിട്ടുണ്ടാകാം, പക്ഷെ എന്നാലും ഓണത്തിന് അയാളെ വിളിക്കേണ്ടെന്ന് മറ്റുള്ളവരുടെ ഒരു അഭിപ്രായവും നമ്മൾ മാനിക്കേണ്ട കല്യാണി. അവരുടെ ആ കാര്യം കൂടി നമ്മൾ കേൾക്കണ്ടേ? സ്വയം തീരുമാനമെടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ കല്യാണിന്റെ മുഖം മാറും കേട്ടോ. എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നാലും അമ്പലത്തിൽ പോകാൻ നോക്കുക. അമ്പലത്തിൽ പോകുമ്പോഴേ പോണ വഴിക്ക് പ്രകാശനൊക്കെ ആണെങ്കിൽ കൂട്ടിയിട്ട് വാ. കിരണട്ടെ, സത്യമാണോ പറയണത്? അതെ, ഞാൻ തന്നെയാ പറയണത്. എന്തായാലും കൂട്ടിക്കൊണ്ടുവന്ന ആരും ഒന്നും പറയാൻ പോണൊന്നുമില്ല. അപ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നോട്ടെ? ഞാൻ പറഞ്ഞല്ലോ, കൂട്ടിക്കൊണ്ടു വന്നോളൂ എന്ന് പറയാണ്. കല്യാണിക്ക് ഭയങ്കര സന്തോഷമാണ്. കല്യാണിയും കാദംബരിയും കാർത്തികയും കൂടി അമ്പലത്തിലേക്ക് പോവാണ്. കിരണാണ് അവരെ കൊണ്ടുപോകട്ടെ അമ്പലത്തിൽ. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പ്രകാശൻ ഇരിക്കുന്ന ആ ഒരു കട എവിടെയാണെന്ന് അറിയാൻ വേണ്ടി കല്യാണി വിളിക്കുന്നുണ്ട്. അച്ഛനിപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോഴേക്കും, മക്കളെ ഞാനിവിടെ കടത്തിണ്ണയിലുണ്ട്. ഏത് കടത്തിണ്ണയിലാന്ന് പറയുമ്പോൾ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുന്നുണ്ട്. കിരണേട്ട ഇവിടെ അടുത്ത് തന്നെയാ, 1 കിലോമീറ്റർ അപ്പുറയാ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ പ്രകാശന് അവിടെ ആകെ നനഞ്ഞ് വേർതിരിക്കാട്ടോ. കാരണം വെച്ചാൽ അവിടെ മഴയും പെയ്ത് ആകെ ചപ്പും ചവറും കുറേ നായ്ക്കളൊക്കെ അടുത്തൊക്കെ ഉണ്ട്. അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥ പ്രകാശനിരിക്കുകയാണ്. കല്യാണിക്ക് ആകെ വിഷമവുന്നുണ്ട്. കല്യാണിയും കാർത്തികയും കാദംബരി അവിടെ ഇറങ്ങാണ്. കാർത്തികയും കാദംബരി പറയുന്നുണ്ട്, ഓണമായിട്ട് സ്വന്തം അച്ഛനെ കടത്തിണ്ണയിൽ കിടത്തി എന്നുള്ള പേര് ദോഷം ഞങ്ങൾക്ക് കേൾക്കണ്ട, അതുകൊണ്ട് അച്ഛൻ വരാൻ നോക്ക് എന്ന് പറയാണ്. വേണ്ട മക്കളെ, ഞാൻ വരുന്നൊന്നുമില്ല. അല്ലെങ്കിലും നിങ്ങൾ ഇത്രയൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്, അടുത്ത് പെരുമാറുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഇതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. കല്യാണി പറയണ്ട, അച്ഛൻ ഇപ്പോൾ ഒന്നും സംസാരിക്കല്ലേ, മര്യാദയ്ക്ക് ഞങ്ങളുടെ വരാൻ നോക്കുന്നത് പറയാണ്. അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ഓണസദ്യ ഞങ്ങളുടെ കൂടെ കഴിക്കണമെന്ന്. അതിപ്പോൾ സംഭവിക്കാൻ പോവാ. അതിനെ ബാക്കിയുള്ളവർ സമ്മതിച്ചോ മോളെ? ബാക്കിയുള്ളവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ ഞാൻ കൊണ്ടുപോകാൻ പോവാ, വാ എന്ന് പറയാണ്. മോളെ, എൻ്റെ ഡ്രസ്സൊക്കെ മുഷിഞ്ഞിരിക്കുക, അതൊക്കെ നമുക്ക് നേരെയാക്കാം. വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറാം, കുളിച്ച് ഡ്രസ്സ് മാറിയാൽ പോരെ, എന്നിട്ട് അമ്പലത്തിലേക്കൊക്കെ വരാം എന്ന് പറയാണ്. മോളെ, അത് വേണോ? അമ്മമാർക്കൊന്നും ഇഷ്ടമാവില്ല എന്ന് പറയാണ്. അച്ഛൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശരി ഞാൻ വരാമെന്ന് പറയാണ്. അങ്ങനെ പ്രകാശനെ കൂട്ടിക്കൊണ്ട് കല്യാണിയും കാർത്തികയും കാദംബരിയും കിരണൊക്കെ കൂടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും കേട്ടോ. കല്യാണി പ്രകാശനെ ഇറക്കണ കാണുമ്പോൾ തന്നെ കാദംബരി അല്ല, നമ്മുടെ ദീപക്കും ലക്ഷ്മിക്കൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. കല്യാണി അവസാനം പറഞ്ഞ പോലെ ചെയ്തല്ലോ എന്ന രീതിയിൽ കല്യാണിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും മാറി മാറി ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും പ്രകാശനെ വല്ലാത്ത പോലെ തോന്നുവാണ്. പ്രകാശനോട് കല്യാണി പറയണ്ട, അച്ഛനകത്തേക്ക് വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാണ്. ശേഷം പ്രകാശന് നല്ല ഡ്രസ്സുകളൊക്കെ ഇടാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അച്ഛൻ കുളിച്ച് റെഡിയായിട്ട് ഈ ഡ്രസ്സ് ഇട്ട് വാട്ടോ,
അച്ഛനെ കഴിക്കാൻ ഭക്ഷണമൊക്കെ എടുത്തു വെക്കാം എന്ന് കല്യാണി പറയണം. അങ്ങനെ പ്രകാശൻ കുളിക്കാൻ വേണ്ടി പോയിട്ട് ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വരുവാണ്. പക്ഷെ വേറെ ആരും പ്രകാശിനെ മൈൻഡ് ചെയ്യുന്നില്ല. കല്യാണി മാത്രം മിണ്ടുകയും പറയുകയൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പ്രകാശൻ കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് വന്നിട്ട് ഓണത്തിന്റെ പരിപാടിക്ക് അവരുടെ കൂടെ കൂടുവാണ് പ്രകാശൻ. അതേസമയം നമ്മുടെ ഗംഗപ്രസാദിനോടും വിക്രത്തിനോടും രാഹുൽ പറയുന്നുണ്ട്, ശേ എന്തൊക്കെ വന്നാലും എൻ്റെ മോളുടെ ജീവിതം തൊലച്ച ആ മനോഹർ നാട് കടന്നു പോയല്ലോ, അവൻ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോടെ ഗംഗെ എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് പറയുന്നുണ്ട്, എൻ്റെ രാഹുലങ്ങളെ അങ്കിൾ ഇങ്ങനെ വിഷമിക്കല്ലേ, അവൻ നാടൊക്കെ കണ്ട് ചുറ്റിക കറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരില്ലേ ഒരു സമയത്ത്, അന്ന് നമുക്ക് അവന് ശരിക്കും ഒരു പണി കൊടുക്കാം. അങ്ങനെ പണി കൊടുത്തിട്ട് എന്താണ് കാര്യം, എൻ്റെ മോളുടെ മാനസികാവസ്ഥ അപ്പോഴേക്കും തെറ്റിക്കാണും. പാവം എൻ്റെ മോള് വല്ലാതെ അനുഭവിക്കുന്നുണ്ടാവും. ഇപ്പൊ ഞാനുമല്ലോ, അവളുടെ അമ്മ ഇങ്ങനെയാണ് അവൻ നോക്കണത്, ഒന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണത്തിന് മുമ്പത്തെ പ്രാവശ്യം ഓണത്തിനൊക്കെ അവൾ മഹാറാണീനെ പോലെ ആയിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണവും പണവും ഒക്കെ അടിച്ചു മാറ്റി 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 കള്ളം പറഞ്ഞ് എടുത്തെടുത്തെടുത്ത് അവളെ കുത്തുവാളെടുപ്പിച്ച് ആ മനോഹർ എന്ന് പറഞ്ഞവൻ അവനെങ്ങനെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ അവൻ ഞാൻ ഇല്ലാതാക്കി കളയും. അങ്കിളുടെ ആഗ്രഹം ഈ ഞാൻ സാധിച്ചു തരും, ഈ ഗംഗപ്രസാദ് സാധിച്ചു തരും, അങ്കിള് വിഷമിക്കേണ്ട. ആ മനോഹർ എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അവനെങ്ങാനും അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ അവനെ കൊന്നിട്ടേ ഞാൻ വരുള്ളൂ, ഇത് ഞാൻ അങ്കിൾ തരുന്ന വാക്കാണ് എന്നൊക്കെ ഗംഗപ്രസാദ് പറയുന്നുണ്ട്. രാഹുൽ ശരിയിടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. രാഹുൽ പോയി കഴിയുമ്പോഴേക്കും വിക്രം ഗംഗപ്രസാദിനോട് പറയുന്നുണ്ട്, അതെ ഇയാള് പറഞ്ഞില്ല, ഇപ്പോ അങ്കിള് പറഞ്ഞില്ല അങ്കിളുടെ പാവപ്പെട്ട മകളെന്ന് സരിയു, അവളെ അത്ര വലിയ പാവപ്പെട്ടവളൊന്നും അല്ലട്ടോ, അവള് ഭയങ്കര വില്ലത്തിയാ, എന്നെക്കാളും വില്ലത്തി അവള്, പെണ്ണുങ്ങളുടെ വില്ലത്തി എന്നൊക്കെ പറയില്ലേ ആ ഒരു സംഭവം. അവള് സ്വന്തം അമ്മേനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ തന്നിട്ടുണ്ട് എനിക്ക് അവള്, അതറിയാവോ? ആണോ? അതേന്നേ, അവളുടെ അമ്മ ശരിക്കും പറഞ്ഞാലേ ഇയാളുടെ ഭാര്യയല്ല, ഇയാളെ മുമ്പ് ഒരു പെണ്ണെ സംസാരിക്കാൻ കഴിയാത്തൊരു പെണ്ണെ ഗർഭിണിയാക്കിയായിരുന്നു, അവരുടെ കുഞ്ഞാണ് ഈ സരിയു. ഓഹോ, അപ്പൊ അങ്ങനത്തെ കഥയുണ്ടോ? പിന്നെ അല്ലാതെ ഇപ്പൊ വളർത്തുന്നത് അവളുടെ രണ്ടാനമ്മയാ. അപ്പൊ ശരിക്കുള്ള അമ്മ സംസാരിക്കാൻ കഴിയാത്തൊരു പാവപ്പെട്ട സ്ത്രീയാ, അവൾക്ക് നാണക്കേടാ. ഒരു കുടിലേക്ക് കഴിയുന്ന സംസാരിക്കാൻ കഴിയാത്ത അവളാണ് അവളുടെ അമ്മ എന്ന് പറഞ്ഞ നാണക്കേട് കൊണ്ടേ എന്നോട് അവരെ കൊല്ലുന്ന കളയാൻ വേണ്ടി പറഞ്ഞതല്ലേ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. പിന്നെ അവൾ അത്ര നിസ്സാരക്കാരല്ല, ഭയങ്കര അവള് എന്നൊക്കെ പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നാളത്തെ പ്രൊമോയിൽ ഇത്രയും ഭാഗങ്ങൾ തന്നെ കാണിച്ചുള്ളൂ കേട്ടോ, വേറെ ഒന്നും കാണിച്ചില്ല. ഈ വിക്രവും ഗംഗപ്രസാദൊക്കെ കൂടിയിട്ട് ഈ മനോഹറിന്റെ കാര്യം പറയണത്, സരുവിന്റെ കാര്യം പറയണത്, പിന്നെ കല്യാണി പ്രകാശനെയും കൂട്ടിക്കൊണ്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നതും ഇനി ഓണസദ്യ കഴിക്കുന്ന ഭാഗമുണ്ട്, അതും നാളെ തന്നെ ഉണ്ടാവും കേട്ടോ. പ്രകാശൻ ഓണസദ്യ ഇങ്ങനെ വിളമ്പണ സമയത്ത് അതിൽ ആദ്യത്തെ ഉരുള കൊടുക്കണം നമ്മുടെ കാർത്തികക്കാണ്, പിന്നെ കാദംബരി, പിന്നെ കല്യാണി, അങ്ങനെ 3 പെൺമക്കൾക്കാണ് ഓണസദ്യ കൊടുക്കണത്. പിന്നെ തൻ്റെ 2 ചെറുമക്കളുണ്ടല്ലോ, കല്യാണിയുടെ കുഞ്ഞും അതുപോലെ തന്നെ കാദംബരിയുടെ കുഞ്ഞ്, അവരുടെ കുഞ്ഞെ താലോലിച്ച് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ബട്ട് അതിനുശേഷം പ്രകാശൻ കാർത്തിക് എടുത്ത് പറഞ്ഞിട്ട് എനിക്കിനി ഒരു ആഗ്രഹവും കൂടി ഉണ്ട്, അത് ആ ആഗ്രഹം കാണാൻ ഞാൻ ഉണ്ടാവുമെന്ന് അറിയില്ല, എൻ്റെ മകൾ കാർത്തികയുടെ വിവാഹം അത് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്, അഥവാ ആ സമയത്ത് ഞാൻ ജീവനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് കൈപിടിച്ച് കൊടുക്കണമെന്നുണ്ടെന്നൊക്കെ പറയണത്. കാരണം എൻ്റെ 2 പെൺമക്കളുടെ വിവാഹം ഞാൻ ഒരു രീതിയിലും നടത്തിയിട്ടില്ല, കല്യാണിനെ നോക്കിയിട്ട് പോയില്ല, കാദംബരിയുടെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ എനിക്ക് നല്ല സന്തോഷത്തോടെ ആഘോഷമായിട്ട് കാർത്തിക വിവാഹം കൂടി നടത്തണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ പ്രകാശൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.